ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് 3-ലെ ഏതാ യൂണിറ്റ് 3? ദ ട്രയൽ ഓഫ് സയൻസ് എന്ന് വെച്ചാൽ ശാസ്ത്രത്തിന്റെ പാത എന്ന് പറയുന്ന യൂണിറ്റ് 3-ലെ ഫസ്റ്റ് ചാപ്റ്റർ ടോക്കിംഗ് ഓഫ് സയൻസ് എന്ന ഇന്റർവ്യൂ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഭാഗങ്ങളും പിന്നെ ആക്ടിവിറ്റീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ എല്ലാവരും വീഡിയോ വേഗം ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ടോക്കിംഗ് ഓഫ് സയൻസ് എന്നതാണ് ചാപ്റ്ററിന്റെ പേര്. എന്താണ് ടോക്കിംഗ് ഓഫ് സയൻസ്? സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രം അല്ലെ. ടോക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്? സംസാരം. അപ്പോൾ ശാസ്ത്രത്തിന്റെ സംസാരം എന്ന് പറഞ്ഞാൽ ഇതൊരു ഇന്റർവ്യൂ ആണ്. കേരളത്തിലെ യുവശാസ്ത്രജ്ഞനായ ഡോക്ടർ അജിത് പരമേശ്വരനുമായിട്ടുള്ള ഒരു അഭിമുഖം, ഇന്റർവ്യൂവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പാഠമാണ് ടോക്കിംഗ് ഓഫ് സയൻസ്. അപ്പൊ നമുക്ക് നേരെ ടെക്സ്റ്റ് ബുക്കിലേക്ക് കടക്കാം. ടോക്കിംഗ് ഓഫ് സയൻസ്, ശാസ്ത്രത്തിന്റെ സംസാരം. അപ്പൊ നമുക്കറിയാം, ഒരു ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ ഇന്റർവ്യൂവർ ഉണ്ടാവും അല്ലെ. ഒരു അഭിമുഖത്തിൽ ഇന്റർവ്യൂവിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളും ഉണ്ടാവും, ഉത്തരം പറയുന്ന ആളും ഉണ്ടായിരിക്കും. ഇവിടെ ആരാ ഉത്തരം പറയുന്നത്? നമ്മുടെ സയന്റിസ്റ്റ് ആയ ഡോക്ടർ അജിത് പരമേശ്വരനാണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ആ പോയിന്റ് ആയിട്ട് എന്താണ് ക്വസ്റ്റ്യൻ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അജിത് പരമേശ്വരൻ, താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു യു. അപ്പൊ എന്താണ്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അജിത് പരമേശ്വരൻ. എന്താണ്? സുപ്രഭാതം എന്ന് പറയാം. നമ്മൾ ഗുഡ് മോർണിംഗ് പറയില്ലേ തുടക്കത്തില്? അപ്പൊ പറയാ. എന്നിട്ട് എന്താ പറയുന്നത്? താങ്ക് യു, നന്ദി, ഫോർ വേണ്ടി, ദിസ് ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു യു. അപ്പോൾ താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു യു. നിങ്ങളോട് സംസാരിക്കാൻ കിട്ടിയ ഈ അവസരത്തിന് നന്ദിയുണ്ട്. എവ്രി വൺ നോസ് ദാറ്റ് സയന്റിസ്റ്റ് ഡിസ്കവർ തിങ്സ്. എവ്രി വൺ, എല്ലാവരും, നോസ്, അറിയുന്നു. എന്താ? ദാറ്റ് സയന്റിസ്റ്റ് ഡിസ്കവർ തിങ്സ്. എല്ലാവരും അറിയുന്ന കാര്യം എന്താണ്? ശാസ്ത്രജ്ഞര് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ബട്ട് വാട്ട് എക്സാക്ട്ലി ഡു ദേ ഡു? പക്ഷെ എന്താണ് ശരിക്കും അവരവിടെ ചെയ്യുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പം എന്താണ് ഡോക്ടർ അജിത് പരമേശ്വരൻ്റെ ആൻസർ? വെൻ ഐ വാസ് എ ചൈൽഡ്, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ, there were no scientists around for me to ask this question. അപ്പോൾ there were no scientists around for me. അപ്പോൾ എന്താണ്? അവിടെ ഒരു there were, അവിടെ ആയിരുന്നു. നോ, അപ്പോൾ ഇല്ല, അപ്പോൾ ആയിരുന്നില്ല എന്നാണ്. സയൻറ്റിസ്റ്റ്, ശാസ്ത്രജ്ഞന്മാർ, അറൗണ്ട് ഫോർ മീ, അപ്പോൾ എനിക്ക് ചുറ്റും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട്, ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മുമ്പിൽ എൻ്റെ കുട്ടിക്കാലത്ത് ശാസ്ത്രജ്ഞന്മാർ എനിക്ക് ചുറ്റും ഉണ്ടായിരുന്നില്ല. ബട്ട് ഈവൻ നൗ, പക്ഷേ ഇപ്പോൾ പോലും, മൈ ഫ്രണ്ട്സ് സംടൈംസ് ആസ്ക് മീ ദ സെയിം തിങ്. എൻ്റെ സുഹൃത്തുക്കൾ ചിലപ്പോഴൊക്കെ ഈ സെയിം ചോദ്യം ചോദിക്കാറുണ്ട്. ഹാഫ് ജോക്കിംഗ്, ഹാഫ് സീരിയസ്. ചിലപ്പോൾ പകുതി തമാശയോടെ ആയിരിക്കാം, ചിലപ്പോൾ പകുതി സീരിയസ്, ഗൗരവത്തോടെ ആയിരിക്കാം. ഐ ഓഫൺ ലാഫ് ഇറ്റ് ഓഫ് ആൻഡ് ചേഞ്ച് ദ ടോപ്പിക്. അപ്പോൾ ഐ ഓഫൺ, ഞാൻ പലപ്പോഴും, ലാഫ് ഇറ്റ് ഓഫ്, ചിരിച്ചങ്ങ് കളയും. ആൻഡ് ചേഞ്ച് ദ ടോപ്പിക്, എന്നിട്ട് ആ ടോപ്പിക്, ആ സംസാര വിഷയം, ആ ഒരു ടോപ്പിക് അവിടെ നിന്ന് മാറ്റും. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ ഡോക്ടർ പരമേശ്വരൻ, ഹൗ വുഡ് യു ഡിസ്ക്രൈബ് വാട്ട് സയൻറ്റിസ്റ്റ് ഡു? സോ അപ്പോൾ അതുകൊണ്ട് എന്നുള്ള അർത്ഥമാണ് ഇവിടെ. സോ അപ്പോൾ ഡോക്ടർ പരമേശ്വരൻ, അതുകൊണ്ട് ഡോക്ടർ പരമേശ്വരൻ, ഹൗ വുഡ് യു ഡിസ്ക്രൈബ് വാട്ട് സയൻറ്റിസ്റ്റ് ഡു? അപ്പോൾ ഹൗ വുഡ് യു ഡിസ്ക്രൈബ്, എങ്ങനെ നിങ്ങൾ വിവരിക്കും, വാട്ട് സയൻറ്റിസ്റ്റ് ഡു. അപ്പോൾ എന്താണ് ഈ ശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്നതെന്ന് എങ്ങനെയാണ് ഒരു വിവരണം തരുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അജിത് പറയുവാണ്, പ്ലീസ് കോൾ മീ അജിത്ത്. അല്ലേ, ആദ്യം പറഞ്ഞപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട്, എന്താ ഡോക്ടർ പരമേശ്വരൻ. അപ്പോൾ പറയുവാണ്, പ്ലീസ് കോൾ മീ അജിത്ത്, എന്നെ അജിത്ത് എന്ന് വിളിക്കൂ. ഐ തിങ്ക് എ ഗുഡ് ഡിസ്ക്രിപ്ഷൻ വുഡ് ബി. അപ്പോൾ ഇതിനൊരു നല്ല വിവരണം എന്ന് പറയുന്നത്, ദാറ്റ് സയൻറ്റിസ്റ്റ് ക്രിയേറ്റ് നോളജ്. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ അറിവ് സൃഷ്ടിക്കുന്നു എന്നാണ് ഒരു നല്ലൊരു വിവരണം ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് തരാൻ പറ്റുന്നതെന്നാണ് അജിത്ത് പറയുന്നത്, ഡോക്ടർ അജിത്ത് പറയുന്നത്. ഓൾ ഹ്യൂമൻസ് ആൻഡ് ഈവൻ മെനി അനിമൽസ് ആർ കൺസ്യൂമേഴ്സ് ഓഫ് നോളജ്. അപ്പോൾ ഓൾ ഹ്യൂമൻസ്, എല്ലാ മനുഷ്യരും, ആൻഡ് ഈവൻ മെനി അനിമൽസ്, മാത്രമല്ല ധാരാളം മൃഗങ്ങളും, ആർ കൺസ്യൂമേഴ്സ് ഓഫ് നോളജ്, അറിവിൻ്റെ ഉപഭോക്താക്കളാണ്. അപ്പോൾ അറിവ് നേടുന്നവരാണ്. ഓക്കെ, എ ഫാമർ ഹാസ് ടു നോ
വെൻ ടു സോ ആൻഡ് റീപ്പ്. അപ്പോൾ എ ഫാർമർ, ഒരു കൃഷിക്കാരൻ, ഹാസ് ടു നോ, അറിയേണ്ടതുണ്ട് എന്താണ്, വെൻ ടു സോ ആൻഡ് റീപ്പ്, എപ്പോഴാണ് വിതയ്ക്കേണ്ടതെന്നും എപ്പോഴാണ് കൊയ്യേണ്ടതെന്നും ഒരു കൃഷിക്കാരൻ അറിയേണ്ടതുണ്ട്. അതുപോലെ എ വെജിറ്റബിൾ വെണ്ടർ ആരാണ്, എന്താണ്, വെജിറ്റബിൾ, പച്ചക്കറി വിൽക്കുന്ന ആൾ. എ വെജിറ്റബിൾ വെണ്ടർ നീഡ്സ് ടു ഡു സം അരിത്തമെറ്റിക് ഇൻ ഹിസ് ഹെഡ്. അപ്പോൾ അദ്ദേഹത്തിന് നീഡ്സ് ടു ഡു, ചെയ്യേണ്ടതുണ്ട് എന്താണ്, സം അരിത്തമെറ്റിക്സ് ഇൻ ഹിസ് ഹെഡ്. അപ്പോൾ ചില കണക്ക് കൂട്ടലുകൾ അദ്ദേഹത്തിൻ്റെ തലല്ലേ. നമ്മൾ പച്ചക്കറി കടക്കാർ എന്താണ്, കടയിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വരുമ്പോൾ ബുക്കും പേപ്പറും എടുത്ത് എഴുതി കൂട്ടാൻ നിൽക്കുമോ ഇല്ല, അവർ എന്താണ് ഒരു തല കൊണ്ടാണ് അല്ലേ കണക്ക് കൂട്ടൽ. അവരുടെ ഹെഡിൽ എന്താണ് എഴുതി കൂട്ടുന്നില്ല, അവർ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മനക്കണക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവരതറിയണ്ട. അപ്പോൾ ഒരു എന്താണ് വെജിറ്റബിൾ വെണ്ടർ, ഒരു പച്ചക്കറി വിൽപ്പനക്കാരൻ അതറിയേണ്ടതുണ്ട്. പിന്നെന്താണ്, ആൻഡ് ആൻ എൻജിനീയർ നീഡ്സ് ടു നോ, ഫോർ എക്സാമ്പിൾ, ഹൗ ടു ഡിസൈൻ എ ബ്രിഡ്ജ് ദാറ്റ് ക്യാൻ ഹോൾഡ് ദ റിക്വയർഡ് ലോഡ്. അപ്പോൾ ആൻ എൻജിനീയർ, ഒരു എൻജിനീയർ, നീഡ്സ് ടു നോ, അറിയേണ്ടതുണ്ട്. എന്തറിയേണ്ടതുണ്ട്, ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണത്തിന്, ഹൗ ടു ഡിസൈൻ എ ബ്രിഡ്ജ്, എങ്ങനെ ഒരു പാലം ഡിസൈൻ ചെയ്യണം, ദാറ്റ് ക്യാൻ ഹോൾഡ് ദ റിക്വയർഡ് ലോഡ്. അപ്പോൾ ആവശ്യത്തിനുള്ള ആ ഭാരം വഹിക്കുന്ന തരത്തിലുള്ള ഒരു പാലം എങ്ങനെ നിർമ്മിക്കണമെന്ന് എന്താണ് തലപ്പൊക്കഞ്ഞ് ആലോചിക്കേണ്ടത് ഒരു എൻജിനീയറിനും ഉണ്ട്. അപ്പോൾ എല്ലാവരും, അതായത് സയന്റിസ്റ്റ് മാത്രമല്ല, ഈ മനുഷ്യനാണേലും മൃഗങ്ങളാണേലും എന്താണ്, അറിവിന്റെ കൺസ്യൂമേഴ്സ് ആണ്, അറിവ് സമ്പാദിക്കുന്നുണ്ട് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തെന്താ, വാട്ട് മേഡ് യു ഇൻട്രസ്റ്റഡ് ഇൻ ദ ക്രിയേഷൻ ഓഫ് നോളജ് അജിത്ത്? ഡിഡ് സംതിങ് സ്പാർക്ക് യുവർ ക്യൂരിയോസിറ്റി അബൌട്ട് ദ നാച്ചുറൽ വേൾഡ്? അപ്പൊ എന്താണ്, വാട്ട് മേഡ് യു ഇൻട്രസ്റ്റഡ്? അപ്പൊ എന്താണ് ഇൻട്രസ്റ്റഡ്? അപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയത് എന്താണ്, എന്തിലാണ്? ഇൻ ദ ക്രിയേഷൻ ഓഫ് നോളജ്. അപ്പൊ ഈ അറിവ് സൃഷ്ടിക്കുന്നതിൽ നിങ്ങൾക്ക് കൂടുതൽ എന്താണ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയത് എന്താണ്? ഡിഡ് സംതിങ് സ്പാർക്ക് യുവർ ക്യൂരിയോസിറ്റി അബൌട്ട് ദ നാച്ചുറൽ വേൾഡ്? ഡിഡ്, ചെയ്തോ, സംതിങ് സ്പാർക്ക് യുവർ ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ജിജ്ഞാസ ഉണർത്തിയോ, അബൌട്ട് നാച്ചുറൽ വേൾഡ്. അപ്പോൾ ഈ പ്രകൃതിയെക്കുറിച്ചുള്ള എന്താണ് അറിയാൻ, ഈ പ്രകൃതിയെക്കുറിച്ച് അറിയാനുള്ള എന്തെങ്കിലും ഒരു ക്യൂരിയോസിറ്റി, എന്തെങ്കിലും ഒരു ജിജ്ഞാസ നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അജിത്ത് പറയുവാണ്, വെൻ ഐ വാസ് എ ചൈൽഡ്, എ ഫാസിനേറ്റിംഗ് ബുക്ക് ഇൻ മലയാളം, എന്തുകൊണ്ട് which may be loosely translated as why is it so, was published by the Kerala Shastra Sahitya Parishad. അപ്പൊ എന്താണ്, when I was a child, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ, എ ഫാസിനേറ്റിംഗ് ബുക്ക് ഇൻ മലയാളം. അപ്പൊ മലയാളത്തില് എങ്ങനെയാണ്, ഒരു എന്താണ് അത്യധികം ആകർഷകമായ ഒരു ബുക്ക് ഉണ്ടായിരുന്നു മലയാളത്തില്. എന്താണ്, എന്തുകൊണ്ട്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അങ്ങനെയുള്ളൊരു ബുക്ക്, എന്തുകൊണ്ട് എന്ന ബുക്ക്, അത് വിച്ച് മേ ബി ലൂസ്ലി ട്രാൻസ്ലേറ്റഡ് ആസ്. അപ്പൊ അതെന്താണ്, നമ്മൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, വൈ ഈസ് ഇറ്റ് സോ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ഒരു ബുക്കുണ്ട്. വാസ് പബ്ലിഷ്ഡ്, അത് പ്രസിദ്ധീകരിച്ചു ആരാണ്, ബൈ ദ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അപ്പൊ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്താണ് പബ്ലിഷ് ചെയ്തൊരു ബുക്കാണ്. ആ ബുക്ക് എന്തുകൊണ്ട് അത് ഞാൻ വായിക്കാനിടയായി കുട്ടിയായിരുന്നപ്പോൾ. അവർ ലോക്കൽ ലൈബ്രറി ഹാഡ് എ കോപ്പി. അപ്പോൾ നമ്മുടെ ലോക്കൽ ലൈബ്രറി, നമ്മുടെ അവിടുത്തെ സാധാരണ ലോക്കൽ ലൈബ്രറി ഉണ്ടായിരുന്നു എ കോപ്പി, ഒരു കോപ്പി ഉണ്ടായിരുന്നു. The book explained many interesting phenomena of the natural world to the curious reader. അപ്പോൾ ദ ബുക്ക് എക്സ്പ്ലെയിൻഡ്, ആ ബുക്ക് വിവരിച്ചു എന്താണ്, മെനി ഇൻട്രസ്റ്റിംഗ് ഫിനോമിന. അപ്പോൾ ധാരാളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിനോമിന, പ്രതിഭാസങ്ങൾ, ഓഫ് ദ നാച്ചുറൽ വേൾഡ് ടു ദ ക്യൂരിയസ് റീഡർ. അപ്പോൾ ഈ വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ഒരു കൗതുകമുള്ള ജിജ്ഞാസ ഉള്ള ആൾക്കാർക്ക് വേണ്ടി അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈവൻ നൗ, ഇപ്പോൾ പോലും, ഈവൻ എന്ന് വെച്ചാൽ പോലും, നൗ ഇപ്പോൾ, അപ്പോൾ ഈവൻ നൗ ഇപ്പോൾ പോലും, ബുക്സ് റിമെയിൻ എ സോഴ്സ് ഓഫ് റിലയബിൾ ഇൻഫർമേഷൻ അൺലൈക്ക് മോസ്റ്റ് ഓഫ് ദ ഇൻഫർമേഷൻ വി ഗെറ്റ് ഓൺലൈൻ. അപ്പോൾ എന്താണ്, ഈവൻ നൗ ഇപ്പോൾ പോലും, ബുക്സ് റിമെയിൻ എ സോഴ്സ് ഓഫ് റിലയബിൾ ഇൻഫർമേഷൻ. അപ്പോൾ ബുക്കുകൾ റിമെയിൻ അവശേഷിക്കുന്നു, എ സോഴ്സ് ഓഫ്, എന്താണ്, ഒരു സോഴ്സ് ഓഫ് റിലയബിൾ ഇൻഫർമേഷൻ. അപ്പോൾ വിശ്വസനീയമായ തരത്തിൽ വിവരങ്ങൾ ലഭിക്കാനുള്ള ഒരു സ്രോതസ്സായിട്ട് ബുക്കുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അൺലൈക്ക് മോസ്റ്റ് ഓഫ് ദ ഇൻഫർമേഷൻ വി ഗെറ്റ് ഓൺലൈൻ. അപ്പോൾ നമുക്ക് ഈ
ഓൺലൈനിൽ കിട്ടുന്ന എന്താണ് വിവരങ്ങളിൽ നിന്നും അധികമായിട്ടും നമുക്കിപ്പോഴും വിശ്വസിച്ച വിവരങ്ങൾ കിട്ടുന്ന ഒരു ഉപാധിയാണ് നമ്മുടെ ബുക്സ് എന്നാണ് ഇവിടെ ഡോക്ടർ അജിത്ത് പറയുന്നത്. ബട്ട് അജിത്ത്, ഈവൻ നൗ ഡിസ്പൈറ്റ് ഓൾ ദ ഇൻഫർമേഷൻ അവൈലബിൾ, ആർ ദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ദാറ്റ് റിമെയിൻ അൺആൻസേർഡ്? അപ്പൊ എന്താ പറയാ, ബട്ട് അജിത്ത്, പക്ഷെ അജിത്ത്, ഈവൻ നൗ ഇപ്പോൾ പോലും, ഡിസ്പൈറ്റ് ഓൾ ദ ഇൻഫർമേഷൻ അവൈലബിൾ, അപ്പൊ എല്ലാ വിവരങ്ങളും എന്താണ് ലഭ്യമായ ഈ ഒരു അവസരത്തിൽ പോലും, ആർ ദെയർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ദാറ്റ് റിമെയിൻ അൺആൻസേർഡ്? ആർ ദെയർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, അവിടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ദാറ്റ് റിമെയിൻ അൺആൻസേർഡ്, ഉത്തരമില്ലാതെ തുടരുന്ന എന്താണ് പ്രധാന ചോദ്യങ്ങൾ ഉണ്ടോ എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അജിത്ത് പറയാണ്, അൺഡൗട്ടഡ്ലി, എന്താണ് സംശയമില്ല, we still don't have very good answers to many important questions that concern us. അപ്പോൾ we still don't have very good answers. അപ്പോൾ we still, നമുക്ക് ഇപ്പോഴും don't have, ഇല്ല, എന്താണ് വെരി ഗുഡ് ആൻസേഴ്സ്, വളരെ നല്ല ഉത്തരങ്ങൾ, ടു മെനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അപ്പോൾ പ്രധാനപ്പെട്ട മിക്ക ക്വസ്റ്റ്യൻസിനും ഇപ്പോഴും നല്ല ഉത്തരങ്ങളില്ല. ദാറ്റ് കൺസേണസ്, അതായത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന മിക്ക പ്രധാന ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഒരു ഉത്തരം കണ്ടെത്താനായിട്ടില്ല. ഫോർ എക്സാമ്പിൾ, അതിനുദാഹരണമായിട്ട് എന്താണ്, വാട്ട് ആർ ദ റിയൽ റീസൺസ് ഫോർ ദ ഇൻക്രീസിങ് ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്ട്സ് ഇൻ കേരള? വാട്ട്, അപ്പൊ അതിന് ഉദാഹരണമായിട്ട് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്താണ്, വാട്ട് ആർ ദ റിയൽ റീസൺസ്, എന്താണ് പ്രധാന കാരണം, യഥാർത്ഥ കാരണങ്ങൾ, ഫോർ ദ ഇൻക്രീസിങ്, വർദ്ധിച്ചു വരുന്ന, ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട്സ് ഇൻ കേരള. അപ്പോൾ എന്താണ്, മനുഷ്യനും മൃഗങ്ങളുമായിട്ടുള്ള കോൺഫ്ലിക്ട്സ് എന്ന് വെച്ചാൽ സംഘർഷങ്ങൾ, കേരളത്തിലെ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആ സംഘർഷത്തിന് എന്താണ് യഥാർത്ഥ കാരണം എന്താണെന്ന് ഇപ്പോഴും ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. Why do we now have so many more extreme weather events such as flash floods and landslides? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത് വീണ്ടും ഉത്തരം കിട്ടാത്ത അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, why do we now have, അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ ഉള്ളത് so many more extreme weather events, അതായത് so many, ധാരാളം extreme weather events, അതായത് എന്താ അത്യധികം ഈ കാലാവസ്ഥപരമായിട്ടുള്ള കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ, സച്ച് എസ് ഫ്ലാഷ് ഫ്ലഡ്സ്. എന്താണ് ഫ്ലാഷ് ഫ്ലഡ്സ് എന്ന് വെച്ചാൽ എന്താണ്, വെള്ളപ്പൊക്കം, പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കം, ഈ മണ്ണിടിച്ചിൽ എന്നൊക്കെ പറഞ്ഞ പോലെ പെട്ടെന്ന് എന്താണ് മറ്റേ ഉരുൾപൊട്ടൽ അതുപോലെയൊക്കെ വന്ന്, അല്ലെങ്കിൽ പെട്ടെന്ന് മഴ പെയ്ത് പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാവത്തില്ലേ, ആ ഫ്ലാഷ് ഫ്ലഡ്സ്, പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം. പിന്നെന്താണ്, ആൻഡ് ലാൻഡ് സ്ലൈഡ്സ് എന്ന് വെച്ചാൽ എന്താണ്, മണ്ണിടിച്ചിൽ. അപ്പോൾ ഈ കാലാവസ്ഥ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് ഈ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്, അത് കണ്ടെത്തിയിട്ടുണ്ടോ, അതിന്റെ ആൻസർ ഉണ്ടോ? ഇല്ല. പിന്നെ എന്താണ്, വൈ ആർ ദെയർ ഫ്രീക്വന്റ് ഔട്ട് ബ്രേക്സ് ഓഫ് റെയർ വൈറൽ ഡിസീസസ്? അപ്പോൾ എന്താണ്, വൈ ആർ ദെയർ, എന്തുകൊണ്ടാണ് അവിടെ ഫ്രീക്വന്റ് ഔട്ട് ബ്രേക്സ് എന്ന് വെച്ചാൽ തുടർച്ചയായി ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നത്? എന്ത് പൊട്ടിപ്പുറപ്പെടുന്നു? റെയർ വൈറൽ ഡിസീസസ്, അതായത് വളരെ റെയർ ആയിട്ടുള്ള എന്താണ് വൈറൽ ഡിസീസ്, വൈറസ് പരമായുള്ള രോഗങ്ങൾ, വളരെ റെയർ ആയിട്ടുള്ള വൈറൽ ഡിസീസ്. ഇപ്പൊ നമ്മൾ തന്നെ വിചാരിച്ചിരിക്കാതെ ഇപ്പൊ തന്നെ എന്താണ് കൊറോണയൊക്കെ പെട്ടെന്ന് വന്നില്ലേ, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നോ? അല്ല, അങ്ങനെ ഈ പ്രതീക്ഷിക്കാത്ത ഈ വൈറൽ ഡിസീസ് ഒക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നത്, അതിന്റെ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടോ? പിന്നെന്താണ്, വൈ ആർ ദെയർ സോ മെനി മൊസ്കിറ്റോസ്, എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയധികം കൊതുകുകൾ ഉണ്ടാവുന്നത്, അതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടോ? പിന്നെന്താണ്, വി ഡോണ്ട് ഹാവ് ഗുഡ് ആൻസേഴ്സ് ടു ദീസ്. അപ്പോൾ വി ഡോണ്ട് ഹാവ്, നമുക്കില്ല, ഗുഡ് ആൻസേഴ്സ്, നല്ലൊരു ഉത്തരം, ഇതുവരെ, ടു ദീസ്, അപ്പൊ ഇവയ്ക്കൊന്നും ഇതുവരെ ആയിട്ട് ഒരു നല്ല ഉത്തരം കിട്ടിയിട്ടില്ല. ആൻഡ് വേരിയസ് അതർ ക്വസ്റ്റ്യൻസ്, അത് മാത്രമല്ല അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള മറ്റു ക്വസ്റ്റ്യൻസിനും, ഇതുപോലുള്ള മറ്റു ക്വസ്റ്റ്യൻസിനും ഇതുവരെ എന്താണ് ഉത്തരം കണ്ടെത്താനായിട്ടില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തെന്താ അപ്പൊ ചോദിക്കുന്നത്, ഇന്റർവ്യൂവർ ചോദിക്കുവാണ്, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ക്യൂരിയോസിറ്റി ഈസ് അറ്റ് ദ ഹാർട്ട് ഓഫ് സയൻസ്. അപ്പൊ എന്താണ് ഹാർട്ട് ഓഫ് സയൻസ്? അപ്പൊ സയൻസ്, ശാസ്ത്രത്തിന്റെ ഹൃദയം അല്ലെങ്കിൽ കാതൽ, അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ കാര്യങ്ങൾ നമുക്ക് അറിയാനുള്ള ഒരു ജിജ്ഞാസ, അതാണ് എന്ന് പറയുന്നു. വൈ ഈസ് ക്യൂരിയോസിറ്റി സോ ഇമ്പോർട്ടന്റ്? അപ്പൊ ഈ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ട്? വൈ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അജിത്ത് പറയുവാണ്, ക്യൂരിയോസിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ എ ഗുഡ് സയന്റിസ്റ്റ്. അപ്പോൾ ഒരു നല്ല ശാസ്ത്രജ്ഞന് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് ഈ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഡ്രൈവ്സ് ദ ക്വസ്റ്റ് ഫോർ നോളജ്. അപ്പൊ എന്താണ്? ഇറ്റ് ഡ്രൈവ്സ്, ഇതാണ് അയാളെ നയിക്കുന്നത്, ദ ക്വസ്റ്റ് ഫോർ നോളജ്. അപ്പൊ അറിവിനായുള്ള അന്വേഷണത്തിന്
അയാൾ നയിക്കുന്നത് ഈ ക്യൂരിയോസിറ്റി ആണ്. While children naturally ask questions, adults often do not. While children naturally ask questions, അപ്പൊ കുട്ടികള് എന്താണ് നാച്ചുറലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന അതേ സമയത്ത് അഡൾട്ട്സ് ഓഫൺ ഡു നോട്ട്. എന്താണ് അഡൾട്ട്സ് മുതിർന്നവരൊരിക്കലും ചോദിക്കുന്നില്ല. അല്ലെ, കുട്ടികൾക്കാണെങ്കിൽ എന്ത് കണ്ടാലും ചോദ്യങ്ങളാണ്, പക്ഷെ അഡൾട്ട് മുതിർന്നവരത് അതുപോലെ ചോദിക്കുന്നില്ല. എയ്തർ ബിക്കോസ് ദേ ഡോണ്ട് കെയർ, ഒന്നുകിൽ അവരെന്താണ് അത് എന്തോ വരട്ടെ അതിനെ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ലായിരിക്കും. ഓർ അല്ലെങ്കിൽ ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു അപ്പിയർ ഇഗ്നോറന്റ്, എന്ന് വെച്ചാൽ എന്താണ്, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, എനിക്ക് അറിവില്ലെന്ന് വിചാരിക്കുവോ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്താണ് ഓർ ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു അപ്പിയർ ഇഗ്നോറന്റ്. അപ്പൊ മറ്റുള്ളവരുടെ മുമ്പ് എനിക്ക് അജ്ഞത, എനിക്ക് അറിവില്ല എന്നുള്ളത് ആരും കരുതണ്ട എന്നുള്ള ഇതുകൊണ്ട് വല്ല ആണോ ഇവരിങ്ങനെ ചോദിക്കാതെ ഇരിക്കുന്നത്. സയന്റിസ്റ്റ് ഹൗവർ മസ്റ്റ് റിട്ടൈൻ ദ ചൈൽഡ് ലൈക്ക് ക്യൂരിയോസിറ്റി ആൻഡ് അഡ്മിറ്റ് ദെയർ ഇഗ്നറൻസ്. ഇപ്പൊ സയന്റിസ്റ്റ് ശാസ്ത്രജ്ഞന്മാർ ഹവർ എന്നിരുന്നാലും മസ്റ്റ് റീറ്റെയിൻ ദ ചൈൽഡ് ലൈക്ക് ക്യൂരിയോസിറ്റി. അപ്പൊ എന്താണ് മസ്റ്റ് റീറ്റെയിൻ, അപ്പൊ തീർച്ചയായും എന്താണ് വീണ്ടെടുക്കണം ദ ചൈൽഡ് ലൈക്ക് ക്യൂരിയോസിറ്റി, ആ കുട്ടികളെ പോലുള്ള ആ ഒരു ക്യൂരിയോസിറ്റി, ജിജ്ഞാസ, ആൻഡ് അഡ്മിറ്റ് ദയർ ഇഗ്നോറൻസ്, എന്നിട്ട് അത് മാത്രമല്ല അഡ്മിറ്റ് സമ്മതിക്കണം അവരുടെ ഇഗ്നോറൻസ്, അവരുടെ അറിവില്ലായ്മയെ സമ്മതിക്കുകയും വേണം. ഓക്കെ, ദിസ് അലോൺ ക്യാൻ ഡ്രൈവ് ദം ടു ഡിസ്കവർ ദ ട്രൂത്ത്. അപ്പൊ ദിസ് അലോൺ, അപ്പൊ ഇത് മാത്രമേ ക്യാൻ ഡ്രൈവ് ദം ടു, അപ്പൊ ഇത് ഈ ഒരു കാര്യമാണ് അവരെന്താണ് ഡിസ്കവർ ദ ട്രൂത്ത്, അപ്പൊ സത്യം കണ്ടെത്തുന്നതിന് വേണ്ടി അവരെ നയിക്കുന്നത്. ഓഫ് കോഴ്സ് ക്രിയേറ്റിംഗ് ന്യൂ നോളജ് ഓൾസോ റിക്വയർസ് എ സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട്സ് ഓൾറെഡി നോൺ. ഓഫ് കോഴ്സ് തീർച്ചയായും ക്രിയേറ്റിംഗ് ന്യൂ നോളജ്, ഒരു പുതിയ അറിവ് സൃഷ്ടിക്കുന്നതെന്ന് പറയുന്നതിന് ഓൾസോ റിക്വയർസ് ആവശ്യമുണ്ട്, എന്തുണ്ട്, എ സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ്, ഒരു ശക്തമായ തിരിച്ചറിവ് അല്ലെങ്കിൽ മനസ്സിലാക്കൽ ഓഫ് വാട്ട്സ് ഓൾറെഡി നോൺ, നമുക്ക് നേരത്തെ എന്തറിയാമോ അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ്. ആസ് ന്യൂട്ടൺ സെഡ്, അപ്പോൾ നമ്മുടെ ഐസക് ന്യൂട്ടൺ പറഞ്ഞതുപോലെ എന്താണ്, ഇഫ് ഐ ഹാവ് സീൻ ഫാർദർ, എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ കൂടുതൽ ദൂരം കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബൈ സ്റ്റാൻഡിങ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ജിയൻസ്. അപ്പൊ എങ്ങനെയാണ്, ഞാൻ കൂടുതൽ ദൂരം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഭീമന്മാരുടെ ചുമലിൽ നിന്നുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. ആര് പറഞ്ഞ, ഐസക് ന്യൂട്ടൺ പറഞ്ഞത്. എന്നിട്ട് പറയണ സ്കൂൾ എഡ്യൂക്കേഷൻ പ്രിപ്പയർസ് അസ് ഫോർ ദിസ്. അപ്പൊ സ്കൂൾ എഡ്യൂക്കേഷൻ, സ്കൂൾ വിദ്യാഭ്യാസമാണ് ഇതിനു വേണ്ടി നമ്മളെ തയ്യാറാക്കുന്നത്, അല്ലെ. അതായത് നമ്മൾ ഉയരങ്ങളിലോട്ട് എത്തണമെങ്കിൽ, അപ്പൊ നമുക്ക് വലുതായ ഒരു ശാസ്ത്രജ്ഞനാവണമെങ്കിൽ നമുക്കൊരു ബേസ് അടിസ്ഥാനം വേണം. നമ്മൾ ഈ സ്കൂൾ വിദ്യാഭ്യാസമാണ് നമുക്ക് അറിവൊക്കെ പകർന്നു തരുന്നത്, അപ്പൊ അത് നമുക്ക് മസ്റ്റായിട്ടും വേണമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്കൂൾ വിദ്യാഭ്യാസമാണ് നമ്മളെ അതിനേക്ക് വേണ്ടി നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നത്, തയ്യാറാക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അടുത്ത ഇന്റർവ്യൂ ചോദിക്കുവാണ്, യു വിൽ അഗ്രി അജിത് that we need more scientists. What then are the qualities of a good scientist? അപ്പോൾ യു വിൽ അഗ്രി അജിത്, അപ്പോൾ അജിത് എന്താണ്, നിങ്ങൾ സമ്മതിക്കും that we need more scientists, അതായത് നമുക്ക് ഒത്തിരി എന്താണ്, നമുക്ക് കൂടുതൽ ശാസ്ത്രജ്ഞന്മാരെ ആവശ്യമുണ്ടെന്ന് അങ്ങ് സമ്മതിക്കുന്നുവല്ലോ. What then are the qualities of a good scientist? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഒരു നല്ല സയന്റിസ്റ്റിന് വേണ്ടുന്ന ക്വാളിറ്റീസ്, ഗുണമേന്മകൾ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അജിത്ത് പറയുവാണ്, ആസ്പയറിംഗ് സയന്റിസ്റ്റ് നീഡ് ടു മാസ്റ്റർ റിസർച്ച് ടെക്നിക്സ്. അപ്പൊ എന്താണ് ആസ്പയറിംഗ് സയന്റിസ്റ്റ് എന്ന് വെച്ചാൽ ശാസ്ത്രജ്ഞരാവാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെ, അങ്ങനെയുള്ള ഒരു ആസ്പിറേഷൻ ഉള്ളവർ നീഡ് ടു മാസ്റ്റർ റിസർച്ച് ടെക്നിക്സ്. അപ്പൊ നീഡ് ടു മാസ്റ്റർ, അപ്പൊ ആവശ്യമുണ്ട്. എന്തിനെ മാസ്റ്റർ, മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇവിടെ മാസ്റ്റർ എന്ന് പറഞ്ഞാല് എന്താണ് ആ ഒരു കഴിവ് നേടുക എന്നാണ്. മാസ്റ്റർ റിസർച്ച് ടെക്നിക്സ്, അപ്പൊ ഈ റിസർച്ച് ടെക്നിക്സിനെ കുറിച്ച് നല്ലൊരു കഴിവ് അല്ലെങ്കിൽ നൈപുണ്യം അല്ലെങ്കിൽ നിപുണത നേടേണ്ടുന്ന ഒരു വ്യക്തികളാണ് നമ്മൾ ആസ്പയറിംഗ് സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. ദേ നീഡ് ടു ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് കണ്ടക്ട് കെയർഫുൾ എക്സ്പെരിമെന്റ്സ് ടു അറൈവ് അറ്റ് ലോജിക്കൽ ആൻഡ് അൺബയാസ്ഡ് കൺക്ലൂഷൻസ്, ക്രിട്ടിക്കലി ഇവാലുവേറ്റിംഗ് ഓൾ ദ എവിഡൻസ്. അപ്പൊ ദേ നീഡ് ടു ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്, അപ്പൊ അവര് നീഡ് ടു ആസ്ക് ചോദിക്കേണ്ടതുണ്ട്, ദ റൈറ്റ് ക്വസ്റ്റ്യൻസ് ശരിയായ ചോദ്യങ്ങൾ, ആൻഡ് ശരിയായ ചോദ്യങ്ങളും കണ്ടക്ട് കെയർഫുൾ എക്സ്പെരിമെന്റ്സ്, പിന്നെന്താണ് കണ്ടക്ട് സംഘടിപ്പിക്കുക, കെയർഫുൾ എക്സ്പെരിമെന്റ്സ് എന്താണ് നല്ല കെയർഫുൾ ആയിട്ടുള്ള ശ്രദ്ധയുള്ള എന്താണ് പരീക്ഷണങ്ങൾ നടത്തുക,
പിന്നെന്താണ് ടു അറൈവ് അറ്റ് ലോജിക്കൽ ആൻഡ് അൺബയാസ്ഡ് കൺക്ലൂഷൻസ്. ആ പരീക്ഷണങ്ങൾ നടത്തി അതിലൂടെ ടു അറൈവ് എത്തിച്ചേരാൻ ഏതിലാണ്? അറ്റ് ലോജിക്കൽ, അതായത് യുക്തിപരമായിട്ടും അൺബയാസ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? പക്ഷപാതമില്ലാതെ, അപ്പൊ പക്ഷപാതരഹിതമായിട്ടുള്ള പാർഷ്യാലിറ്റി ഇല്ലാത്ത കൺക്ലൂഷൻസ്. എന്താണ് കൺക്ലൂഷൻസ്? നിഗമനങ്ങൾ. അപ്പൊ നിഗമനങ്ങളിൽ എത്തിച്ചേരുക. പിന്നെ ക്രിട്ടിക്കലി വിമർശനാത്മകമായി ഇവാലുവേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? വിലയിരുത്തുക. ഓൾ ദ എവിഡൻസ്. അപ്പൊ എല്ലാ തെളിവുകളെയും വിമർശനാത്മകമായി വിലയിരുത്തുക. ഇതൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ. അത് മാത്രമല്ല, എ ഗുഡ് സയന്റിസ്റ്റ് ഈസ് ഓൾവേസ് ഡൂയിങ് റിസർച്ച്, പെർഹാപ്സ് ഈവൻ ഓൺ ഹെർ ഡെത്ത് ബെഡ്. അപ്പൊ അത് മാത്രമല്ല, എ ഗുഡ് സയന്റിസ്റ്റ്, നല്ലൊരു ശാസ്ത്രജ്ഞൻ, ഈസ് ഓൾവേസ്, എപ്പോഴും ഡൂയിങ് റിസർച്ച്. അപ്പൊ എന്താണ്? റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കും. എന്താണ് റിസർച്ച് എന്ന് വെച്ചാൽ? ഗവേഷണം. അപ്പോൾ ഒരു നല്ല ശാസ്ത്രജ്ഞനാണെങ്കിൽ എപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കും. പെർഹാപ്സ് ഈവൻ ഓൺ ഹെർ ഡെത്ത് ബെഡ്. ഈവൻ എന്ന് വെച്ചാൽ പോലും. അപ്പോൾ അദ്ദേഹത്തിന്റെ ഡെത്ത് ബെഡ് എന്ന് വെച്ചാൽ മരണക്കിടക്ക. അപ്പോൾ അവളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിലാണെങ്കിൽ പോലും അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഗവേഷണം നടത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരാളാണ് ഒരു ഗുഡ് സയന്റിസ്റ്റ് എന്നാണ് ഡോക്ടർ അജിത്ത് ഇവിടെ പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, അജിത്ത്, ഹൂ ഇൻ യുവർ ഒപ്പീനിയൻ ക്യാൻ ബിക്കം എ സയന്റിസ്റ്റ്? അപ്പൊ പറയാണ് അജിത്ത്, ഹൂ ഇൻ യുവർ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ അഭിപ്രായം. അപ്പൊ ഹൂ, ആരാണ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർക്ക് ക്യാൻ, കഴിയും, ബിക്കം എ സയന്റിസ്റ്റ്. അപ്പൊ ബിക്കം ആയിത്തീരാൻ, എ സയന്റിസ്റ്റ്, ശാസ്ത്രജ്ഞനായിത്തീരാൻ. അപ്പൊ എന്താണ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർക്കാണ് ഒരു ശാസ്ത്രജ്ഞനായി തീരാൻ കഴിയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അജിത്ത് പറയാണ്, നോട്ട് എവ്രി വൺ ക്യാൻ ബിക്കം എ ഗ്രേറ്റ് സയന്റിസ്റ്റ്, ബട്ട് എ ഗ്രേറ്റ് സയന്റിസ്റ്റ് ക്യാൻ കം ഫ്രം എനിവെയർ. അപ്പൊ എന്താ? നോട്ട് എവ്രി വൺ ക്യാൻ ബിക്കം എ ഗ്രേറ്റ് സയന്റിസ്റ്റ്. അപ്പൊ നോട്ട് എവ്രി വൺ, എല്ലാവർക്കും, ക്യാൻ, അപ്പൊ കനോട്ട് എന്നാണ് അവിടെ. അപ്പൊ കഴിയില്ല. ബിക്കം എ ഗ്രേറ്റ് സയന്റിസ്റ്റ്, അപ്പൊ ഒരു മഹത്തായ ഒരു ശാസ്ത്രജ്ഞനാവാൻ എല്ലാവർക്കും കഴിയില്ല. പക്ഷേ എ ഗ്രേറ്റ് സയന്റിസ്റ്റ്, അപ്പോൾ ഒരു മഹാനായ ഒരു ശാസ്ത്രജ്ഞന് ക്യാൻ കം ഫ്രം എനിവെയർ, എവിടെ നിന്ന് വേണം ഒരു ഗ്രേറ്റ് സയന്റിസ്റ്റിന് വരാൻ കഴിയും. സോ അതുകൊണ്ട് ഐ വുഡ് സേ, ഞാൻ പറയും, എനിവൺ ക്യാൻ ബിക്കം എ സയന്റിസ്റ്റ്. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഒരു ശാസ്ത്രജ്ഞനാകാം. ഫൈനലി അജിത്ത്, വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു യങ്സ്റ്റേഴ്സ്? അപ്പോൾ ഫൈനലി എന്ന് വെച്ചാൽ അവസാനമായിട്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യനോട് അവിടെ തീരുവാൻ തോന്നുന്നു. അവസാനമായിട്ട് അജിത്ത്, വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു യങ്സ്റ്റേഴ്സ്? അപ്പോൾ യുവജനങ്ങളോട് നിങ്ങളുടെ ഒരു സന്ദേശം അല്ലെങ്കിൽ എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത് എന്നാണ്. അപ്പൊ അജിത്ത് പറയാണ്, ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഫോളോ യുവർ ഇൻട്രസ്റ്റ് ആൻഡ് പാഷൻ ആൻഡ് വർക്ക് ഹാർഡ്. ഡോണ്ട് ഹെസിറ്റേറ്റ് എന്ന് വെച്ചാൽ മടിക്കുക. അപ്പൊ ഡോണ്ട് ഹെസിറ്റേറ്റ് എന്ന് വെച്ചാൽ മടിക്കരുത്. ടു ഫോളോ, പിന്തുടരാൻ, യുവർ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ താല്പര്യവും, ആൻഡ് പാഷൻ, നിങ്ങളുടെ എന്താണ്? പാഷൻ എന്ന് വെച്ചാൽ സ്ട്രോങ് ഇൻട്രസ്റ്റ്, നമ്മുടെ എന്താണ് ഭയങ്കര പാഷൻ എന്നൊക്കെ പറയല്ലോ, സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റും, ആൻഡ് വർക്ക് ഹാർഡ്, പിന്നെ അതിന് വേണ്ടിയിട്ട് എന്താണ്? കഠിനമായി വർക്ക് ചെയ്യണം, പ്രവൃത്തി ചെയ്യണം. ഐ വുഡ് ഏർജ് യു ടു ഫോളോ യുവർ ഇൻട്രസ്റ്റ് സീരിയസ്ലി. ഐ വുഡ് ഏർജ്, ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കുകയാണ്, എന്താണ്? യു ടു ഫോളോ യുവർ ഇൻട്രസ്റ്റ് സീരിയസ്ലി, നിങ്ങളുടെ എന്താണ്? ഇൻട്രസ്റ്റുകൾ, നിങ്ങളുടെ താല്പര്യങ്ങളെ എന്താണ്? ഗൗരവത്തോടെ പിന്തുടരാനാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. ഓഫ് കോഴ്സ്, തീർച്ചയായും, യു വിൽ ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ഒത്തിരി വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇഫ് യു ഡു വർക്ക് ഹാർഡ്, ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ എന്താണ്? ഐ സ്ട്രോങ്ലി ബിലീവ്, ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു, ദർ ഈസ് എ പ്ലേസ് ഫോർ എവ്രി വൺ, അവിടെ നിങ്ങൾ എല്ലാവർക്കുമായിട്ടൊരു സ്ഥലം ഉണ്ടായിരിക്കും. അപ്പോൾ അവസാനം കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച് അജിത്ത്. വി വിൽ ഓൾവേസ് ട്രഷർ ദിസ് എക്സ്പീരിയൻസ് ഓഫ് ടോക്കിംഗ് ടു യു. അപ്പോൾ താങ്ക് യു സോ മച്ച് അജിത്ത്. അപ്പോൾ വളരെ നന്ദിയുണ്ട് അജിത്ത്. വി വിൽ ഓൾവേസ് ട്രഷർ ദിസ് എക്സ്പീരിയൻസ്. നമ്മൾ എപ്പോഴും എന്താണ്? ഒരു നിധി പോലെ ഈ അനുഭവത്തെ, അല്ലെങ്കിൽ നിങ്ങളോട് ടോക്കിംഗ് ടു യു, നിങ്ങളോട് ഈ സംസാരിച്ച ഈ ഒരു നിമിഷത്തെ നമ്മളൊരു ഒരു അനുഭവത്തെ ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അജിത്ത് പറയാണ്, ഇറ്റ്സ് മൈ പ്ലഷർ, അതെന്റെ സന്തോഷമാണ്, എനിക്കും സന്തോഷമാണ്. താങ്ക് യു വെരി മച്ച് ഇൻഡി. അപ്പോൾ എന്താണ്? ഞാനും അതുപോലെ നിങ്ങളോട് വളരെയധികം നന്ദിയുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞു.
അപ്പോൾ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ള വൈൽ വി റീഡ്, നമ്മൾ വായിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞ് എഴുതാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡു യു തിങ്ക് ദാറ്റ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഈസ് ഫണ്ടമെന്റൽ ടു ഓൾ സയന്റിഫിക് എക്സ്പ്ലോറേഷൻ? അപ്പോൾ എന്താ? ഡു യു തിങ്ക്, നിങ്ങൾ കരുതുന്നുണ്ടോ? ദാറ്റ്, ഇത് ഏത്? ആസ്കിങ് ക്വസ്റ്റ്യൻസ്, അതായത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഈസ് ഫണ്ടമെന്റൽ, അടിസ്ഥാനം, ടു ഓൾ സയന്റിഫിക് എക്സ്പ്ലോറേഷൻ, അപ്പോൾ എല്ലാ ശാസ്ത്ര പര്യവേക്ഷണങ്ങൾക്കും അടിസ്ഥാനമായിട്ടുള്ള ഒന്നാണോ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നു. ഹൗ ഡു ക്വസ്റ്റ്യൻസ് മൂവ് സയൻസ് ഫോർവേഡ്? ഹൗ ഡു, എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ മൂവ് സയൻസ് ഫോർവേഡ്, ഈ ശാസ്ത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്? അപ്പോൾ എന്താണ് ചോദ്യം? എല്ലാ ശാസ്ത്ര പര്യവേക്ഷണങ്ങൾക്കും അടിസ്ഥാനം ചോദ്യങ്ങൾ ചോദിക്കുന്നതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ചോദ്യങ്ങൾ എങ്ങനെയാണ് ശാസ്ത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ അഭിപ്രായമാണ് അവിടെ പറയേണ്ടത്. അപ്പോൾ എന്താ പറയാം? യെസ്, ഐ തിങ്ക് സോ. അതെ, അതെ, ഞാൻ അങ്ങനെ കരുതുന്നു. അല്ലെങ്കിൽ നോ ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതാം. അപ്പോൾ യെസ്, ഐ തിങ്ക് സോ, ഞാനിവിടെ യെസ്, അതെ എന്നുള്ള അനുകൂലിച്ചുകൊണ്ടാണ് പോകുന്നത്. അതല്ലേ ശരിക്കുള്ള ഉത്തരം. നിങ്ങൾക്ക് നോ എന്നുള്ള ഉത്തരം വരാൻ കാരണം ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടെന്ന് എഴുതണം. ഇവിടെ അത് ഒരു പരിധിവരെ കറക്റ്റ് ആയതുകൊണ്ട് യെസ് എന്ന് പറയാം, അല്ലേ? ഒരു പരിധിവരെ അല്ല, പൂർണ്ണമായും ശരിയാണ്. യെസ് ഐ തിങ്ക് സോ. ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഈസ് ദ ഹാർട്ട് ഓഫ് ഓൾ സയന്റിഫിക് എക്സ്പ്ലോറേഷൻ. അപ്പോൾ എന്താണ് ആസ്കിങ് ക്വസ്റ്റ്യൻ? ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് എല്ലാ ഈ ശാസ്ത്ര പര്യവേഷണങ്ങളുടെ എല്ലാത്തിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ചോദ്യം ചോദിക്കുന്നതാണ്. സയൻസ് ബിഗിൻസ് വെൻ സമ്മൺ ആസ്ക് വൈ ഓർ ഹൗ. അപ്പോൾ എന്താണ് ഈ സയൻസ് ബിഗിൻസ്? അപ്പോൾ ഈ ശാസ്ത്രം തുടങ്ങുന്നത് തന്നെ വെൻ സമ്മൺ ആസ്ക്, എന്താണ് ആരെങ്കിലും വൈ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു, ഇതെങ്ങനെ ഇങ്ങനെയായി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് അവിടെ ശാസ്ത്രം തുടങ്ങുന്നത്. ഓക്കെ, ക്യൂരിയോസിറ്റി ലീഡ്സ് സയൻറ്റിസ്റ്റ് ടു ഒബ്സർവ്, തിങ്ക് ആൻഡ് സെർച്ച് ഫോർ ആൻസേഴ്സ്. അപ്പോൾ ക്യൂരിയോസിറ്റി, ഒരു ജിജ്ഞാസ, അറിയാനുള്ള ഒരു ആഗ്രഹം, അതാണ് ലീഡ്സ്, നയിക്കുന്നു സയൻറ്റിസ്റ്റ്, അതായത് എന്താണ് ശാസ്ത്രജ്ഞന്മാരെ, ടു ഒബ്സർവ് നിരീക്ഷിക്കാൻ, തിങ്ക് ചിന്തിക്കാൻ, പിന്നെന്താണ് ആൻഡ് സെർച്ച് ഫോർ ആൻസേഴ്സ് ഉത്തരം കണ്ടെത്താൻ ഉള്ള ഒരു അന്വേഷിക്കാൻ, അതായത് ഉത്തരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം, ഇതൊക്കെ നടത്താൻ ഇവരെ എന്താണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ സഹായിക്കുന്നത് ക്യൂരിയോസിറ്റി ആണെന്നാണ് അവിടെ പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്യൂരിയോസിറ്റി ഈസ് അറ്റ് ദ ഹാർട്ട് ഓഫ് സയൻസ്, ഡു യു എഗ്രി? അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യൂരിയോസിറ്റി, അറിയാനുള്ള ആകാംക്ഷ അല്ലെങ്കിൽ ജിജ്ഞാസ, ഈസ് അറ്റ് ദ ഹാർട്ട് ഓഫ് സയൻസ്. അപ്പോൾ അതാണ് നമ്മുടെ സയൻസിന്റെ ഹാർട്ട് എന്ന് പറയുന്നത്. ഡു യു എഗ്രി? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ആ ക്വസ്റ്റ്യൻ. അപ്പോൾ ശാസ്ത്രത്തിന്റെ കാതലാണ് ജിജ്ഞാസ, നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യെസ്, ഐ കംപ്ലീറ്റ്ലി എഗ്രി. യെസ്, അതെ, ഞാൻ പൂർണ്ണമായിട്ടും അതിനോട് യോജിക്കുന്നുണ്ട്. ക്യൂരിയോസിറ്റി എലോൺ ക്യാൻ ഡ്രൈവ് അസ് ടു ഡിസ്കവർ ദ ട്രൂത്ത്. അപ്പോൾ എന്താണ് ക്യൂരിയോസിറ്റി എലോൺ? അപ്പോൾ എന്താണ് അറിയാനുള്ള ആ ജിജ്ഞാസ, ആകാംക്ഷയ്ക്ക് മാത്രം എന്താണ് കഴിയും, ഡ്രൈവ് അസ് ടു ഡിസ്കവർ ദ ട്രൂത്ത്. അപ്പോൾ സത്യം എന്താണെന്ന് കണ്ടെത്താനുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് നമ്മുടെ ക്യൂരിയോസിറ്റി ആണ് എന്നാണ് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഒബ്സർവേഷൻ ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ഫിനോമിന? ഹൗ ഡസ്, എങ്ങനെയാണ് ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നിരീക്ഷണം. ഹെൽപ്പ് സഹായിക്കുന്നു, നമ്മളെ സഹായിക്കുന്നു. അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ. എന്താണ്? നാച്ചുറൽ ഫിനോമിന. അപ്പോൾ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാൻ നിരീക്ഷണം നമ്മെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ എഴുതാം? ഒബ്സർവേഷൻ പ്ലേസ് എ കീ റോൾ ഇൻ സയന്റിഫിക് ഡിസ്കവറി. അപ്പോൾ ഒബ്സർവേഷൻ, അപ്പോൾ നിരീക്ഷണം, പ്ലേസ് എ കീ റോൾ ഇൻ സയന്റിഫിക് ഡിസ്കവറി. അപ്പോൾ ശാസ്ത്രത്തിന്റെ കണ്ടെത്തലിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒബ്സർവേഷൻ, നിരീക്ഷണം എന്ന് പറയുന്നത്. വെൻ വി ഒബ്സർവ് നാച്ചുറൽ ഇവന്റ്സ് ക്ലോസ്ലി ആൻഡ് വിത്ത് ഇൻട്രസ്റ്റ്, വി ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് ദ റീസൺസ് ബിഹൈൻഡ് ദം. അപ്പോൾ വെൻ വി ഒബ്സർവ് നാച്ചുറൽ ഇവന്റ്സ്, അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ പ്രകൃതിയിലുള്ള ഓരോ പ്രതിഭാസങ്ങളെ നിരീക്ഷിക്കുന്നത്? ക്ലോസ്ലി, എങ്ങനെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുന്നത്? ആൻഡ് വിത്ത് ഇൻട്രസ്റ്റ്, എന്തോടുകൂടെ? ഇൻട്രസ്റ്റോടെ, താല്പര്യത്തോടുകൂടെ. നമ്മൾ താല്പര്യത്തോടുകൂടെ ക്ലോസ് ആയിട്ട് പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ നിരീക്ഷിക്കുമ്പോഴാണ് വി ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് ദ റീസൺസ് ബിഹൈൻഡ് ദം. വി ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ്, നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ദ റീസൺസ് ബിഹൈൻഡ് ദം, അവയുടെ പിന്നിലുള്ള കാരണങ്ങൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങുന്നു എന്നാണ്
പറയുന്നത്. ഒബ്സർവേഷൻ ഹെൽപ്സ് സയന്റിസ്റ്റ് നോട്ടീസ് തിങ്സ് ദാറ്റ് അതേഴ്സ് മേ ഇഗ്നോർ ആൻഡ് ഫൈൻഡ് എക്സ്പ്ലനേഷൻ ഫോർ ഹൗ ദ വേൾഡ് വർക്ക്സ്. ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഈ നിരീക്ഷണം. ഹെൽപ്സ് സഹായിക്കുന്നു സയന്റിസ്റ്റ് ശാസ്ത്രജ്ഞന്മാരെ നോട്ടീസ് തിങ്സ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ദാറ്റ് അതേഴ്സ് മേ ഇഗ്നോർ മറ്റുള്ളവര് ചിലപ്പോൾ ഒരുപക്ഷെ എന്താണ് ഒഴിവാക്കുന്നതായിരിക്കാം. ആൻഡ് ഫൈൻഡ് എക്സ്പ്ലനേഷൻ അതിലൂടെ എന്താണ് വിവരണങ്ങൾ കണ്ടെത്തുന്നു. ഫോർ ഹൗ ദ വേൾഡ് വർക്ക്സ് എങ്ങനെയാണ് ഈ ലോകം പ്രവർത്തിക്കുന്നത്. അപ്പം മറ്റുള്ളവര് ഈ ശാസ്ത്രജ്ഞരാണ് മറ്റുള്ളവര് ഒഴിവാക്കി വിടുന്ന കാര്യങ്ങള് ശാസ്ത്രജ്ഞന്മാര് ചികഞ്ഞന്വേഷിച്ചാണ് ഈ ലോകം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് കണ്ടെത്തൽ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ അൺസോൾവ് മിസ്റ്ററീസ് യു വുഡ് ലൈക്ക് ടു സോൾവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സയൻസ്? അപ്പൊ എന്താണ് വാട്ട് ആർ ദ അൺസോൾവ് മിസ്റ്ററീസ്? അപ്പൊ എന്താണ് വാട്ട് ആർ ദ എന്തൊക്കെയാണ് അൺസോൾവ് മിസ്റ്ററീസ് എന്ന് വെച്ചാൽ എന്താണ്? മിസ്റ്ററീസ് അല്ലെങ്കിൽ നിഗൂഢതകൾ ശാസ്ത്രത്തിന്റെ. അപ്പോൾ അൺറിസോൾവ് എന്ന് വെച്ചാൽ പരിഹരിക്കപ്പെടാത്ത. അപ്പോൾ പരിഹരിക്കപ്പെടാത്ത എന്തൊക്കെ നിഗൂഢതകളാണ് ശാസ്ത്രത്തിന്റെ സഹായത്തോടെ നിങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഐ വുഡ് ലൈക്ക് ടു സോൾവ് മിസ്റ്ററീസ് ലൈക്ക് ഹൗ ദ യൂണിവേഴ്സ് ബിഗാൻ ആൻഡ് വെദർ ലൈഫ് എക്സിസ്റ്റ് ഓൺ അതർ പ്ലാനറ്റ്സ്. അപ്പൊ ഐ വുഡ് ലൈക്ക് ടു സോൾവ്. അപ്പൊ ഞാൻ ഇങ്ങനെ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മിസ്റ്ററീസ് ലൈക്ക് ഹൗ ദ യൂണിവേഴ്സ് ബിഗാൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് അല്ലെങ്കിൽ ബിഗാൻ തുടങ്ങിയത് ആരംഭിച്ചത്. ആൻഡ് വെദർ ലൈഫ് എക്സിസ്റ്റ് ഓൺ അതർ പ്ലാനറ്റ്സ് അപ്പൊ മറ്റ് ഗ്രഹങ്ങളില് എന്താണ് പിന്നെ ജീവന്റെ നിലനിൽപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അവിടുത്തെ ആൻസർ. ഓക്കെ, അടുത്ത്. ഡു യു വാണ്ട് ടു ബിക്കം എ സയന്റിസ്റ്റ്? ഹൗ വിൽ യു എക്വിപ്പ് യുവർ സെൽഫ് ഫോർ ദിസ്? ഡു യു വാണ്ട് ടു ബിക്കം എ സയന്റിസ്റ്റ്? ഡു യു വാണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ടു ബിക്കം ആയിത്തീരാൻ എ സയന്റിസ്റ്റ് ഒരു ശാസ്ത്രജ്ഞനായിത്തീരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഹൗ വിൽ യു എക്വിപ്പ് യുവർ സെൽഫ് ഫോർ ദിസ്? ഹൗ വിൽ യു നിങ്ങൾ എങ്ങനെ എക്വിപ്പ് യുവർ സെൽഫ് ഫോർ ദിസ്? അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെ സജ്ജരാകും എന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, ഐ വാണ്ട് ടു ബിക്കം എ സയന്റിസ്റ്റ് ടു ലേൺ ഹൗ തിങ്സ് വർക്ക്. അപ്പൊ അതെ, ഐ വാണ്ട് ടു ബിക്കം എ സയന്റിസ്റ്റ് ഞാനൊരു ശാസ്ത്രജ്ഞനായി തീരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ടു ലേൺ പഠിക്കാൻ മനസ്സിലാക്കാൻ. ഹൗ തിങ്സ് വർക്ക് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത് എന്ന് പ്രവർത്തിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് അറിയണം എനിക്ക്. ഐ വിൽ സ്റ്റേ ക്യൂരിയസ്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി എന്തായിരിക്കും? ക്യൂരിയസ് എന്താണ് ജിജ്ഞാസയുള്ളവരായിരിക്കും. റീഡ് ബുക്സ് അപ്പൊ എന്താണ് ബുക്കുകൾ വായിക്കും. ആൻഡ് ലേൺ അതാണ് 2ാമത്തെ ക്വസ്റ്റ്യൻ. എങ്ങനെ നിങ്ങൾ സജ്ജരാകും എന്നുള്ളതിന്റെ ആൻസർ ആണിത്. ആൻഡ് ലേൺ ഫ്രം ടീച്ചേഴ്സ് ആൻഡ് മൈ സറൗണ്ടിങ്സ് എന്നിട്ട് എന്റെ അധ്യാപകരിൽ നിന്നും എന്റെ ചുറ്റുപാടുകളിൽ നിന്നും കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കും. ഇത്രയുമാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ 78 പേജിൽ ലെറ്റ്സ് റിവൈൻഡ് എന്ന് പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് എന്താന്ന് നോക്കാം. 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ബുക്സ് റിമെയിൻ എ സോഴ്സ് ഓഫ് റിലയബിൾ ഇൻഫർമേഷൻ അൺലൈക്ക് മോസ്റ്റ് ഓഫ് വാട്ട് വി ഗെറ്റ് ഓൺലൈൻ. ഡു യു എഗ്രി? ഗീവ് റീസൺസ്. അപ്പൊ എന്താ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഓൺലൈനിൽ നമുക്ക് ലഭിക്കുന്ന മിക്ക വിവരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുസ്തകങ്ങൾ വിശ്വസനീയമായ വിവരങ്ങളുടെ ഉറവിടമായി തുടരുന്നു. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കാരണം കണ്ടെത്തുക. ഓക്കെ, അപ്പൊ എന്താണ്? യെസ്, ഐ എഗ്രി. അതെ, ഞാൻ യോജിക്കുന്നുണ്ട്. ബുക്സ് ആർ കെയർഫുള്ളി റിട്ടൺ, എഡിറ്റഡ് ആൻഡ് ചെക്ക് ബൈ എക്സ്പേർട്സ് ബിഫോർ ദേ ആർ പബ്ലിഷ്ഡ്. അപ്പോൾ ബുക്സ് ആർ കെയർഫുള്ളി റിട്ടൺ നല്ല ശ്രദ്ധയോടെയാണ് എഴുതിയിട്ടുള്ളത്. എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ചെക്ക്ഡ് അത് ചെക്ക് ചെയ്യുന്നുണ്ട്. ബൈ എക്സ്പേർട്സ് വിദഗ്ധര് പ്രഗത്ഭരായവര് അത് ചെക്ക് ചെയ്യുന്നുണ്ട്. ബിഫോർ ദേ ആർ പബ്ലിഷ്ഡ് അത് പബ്ലിഷ് ചെയ്യുന്ന പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പേ അത് പ്രഗത്ഭർ അത് ചെക്ക് ചെയ്യുന്നുണ്ട്. ദിസ് മേക്സ് ദം മോർ ട്രസ്റ്റ് വർത്തി. അപ്പോൾ ദിസ് മേക്സ് ദം അപ്പോൾ ഇത് അവയെ കൂടുതൽ ട്രസ്റ്റ് വർത്തി വിശ്വസനീയമാക്കുന്നു. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാക്കി തീർക്കുന്നു. ഇൻ കോൺട്രാസ്റ്റ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഓൺലൈൻ മേ ബി അൺവെരിഫൈഡ് ഓർ ഫാൾസ് ബിക്കോസ് എനിവൺ ക്യാൻ പോസ്റ്റ് കണ്ടന്റ് വിത്തൗട്ട് ചെക്കിംഗ് ഫാക്ട്സ്. അപ്പോൾ ഇൻ കോൺട്രാസ്റ്റ് അതേസമയം എന്താ എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഓൺലൈൻ മേ ബി അൺവെരിഫൈഡ് അതായത് നമുക്ക് ഓൺലൈനായി കിട്ടുന്ന മിക്ക വിവരങ്ങളും വെരിഫൈ ചെയ്യുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ വെരിഫൈ ചെയ്യുന്നില്ല. ഓർ അല്ലെങ്കിൽ ഫാൾസ് തെറ്റായിരിക്കും ചില കാര്യങ്ങൾ. നമ്മൾ യൂട്യൂബിലൊക്കെ ചില വാർത്തകളൊക്കെ വായിക്കുമ്പോഴല്ലേ അല്ലേ പല കാര്യങ്ങളും എന്തായിരിക്കും തെറ്റായിരിക്കും. ബിക്കോസ് എനിവൺ ക്യാൻ പോസ്റ്റ് കണ്ടന്റ് വിത്തൗട്ട് ചെക്കിംഗ് ഫാക്ട്സ്. അപ്പൊ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ എന്താണ് ആർക്ക് വേണമെങ്കിലും കണ്ടന്റ് നമുക്ക് എന്താണ് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഫാക്റ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണോ? ചെക്ക് ചെയ്യാതെ തന്നെ ആർക്ക് വേണോ അവരവരുടെ കണ്ടന്റ് പോസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടും വിശ്വസനീയം എന്താണ് ബുക്സ് തന്നെയാണെന്നാണ് പറയുന്നത്. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ,
ഹൗ ഡസ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് അവർ അണ്ടർസ്റ്റാൻഡിങ്? ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ ഉൾക്കാഴ്ച വികസിപ്പിക്കാൻ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ഹെൽപ്പ് us തിങ്ക് ഡീപ്ലി ആൻഡ് സെർച്ച് ഫോർ ആൻസേഴ്സ്. അപ്പൊ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്, അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഹെൽപ്പ് us സഹായിക്കുന്നു, നമ്മളെ സഹായിക്കുന്നു. തിങ്ക് ഡീപ്ലി എന്ന് വെച്ചാൽ അഗാധമായി ചിന്തിക്കാനും, പിന്നെ സെർച്ച് ഫോർ ആൻസേഴ്സ് ഉത്തരങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കാനും ഉത്തരങ്ങൾ കണ്ടെത്താനും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇറ്റ് മേക്സ് us ക്യൂരിയസ് ആൻഡ് ലീഡ്സ് ടു ലേണിംഗ്. ഇറ്റ് മേക്സ് us, അപ്പൊ ഇത് നമ്മൾ എന്തുണ്ടാക്കുന്നു? ക്യൂരിയസ്, എന്താണ്? ആകാംക്ഷയും, ആൻഡ് ലീഡ്സ് ടു ലേണിംഗ്, എന്നിട്ട് അത് എന്തിലേക്ക് നയിക്കുന്നു? ലേണിംഗ്. അപ്പൊ അത് നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിലേക്ക് സഹായിക്കുന്നു, കൂടുതൽ അറിയാനായിട്ട് സഹായിക്കുന്നു. വെൻ വി ആസ്ക് വൈ ഓർ ഹൗ സംതിങ് ഹാപ്പൻസ്, we begin to explore, observe and discover new ideas which improves our understanding of the world. അപ്പം എന്താ? when we ask why or how something happens, അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. when we ask why or how something happens, അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ചില കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ we begin to explore, നമ്മൾ എന്താണ്? എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നു, ഒബ്സർവ് നിരീക്ഷിക്കാൻ തുടങ്ങുന്നു, ഡിസ്കവർ കണ്ടെത്താൻ തുടങ്ങുന്നു, ന്യൂ ഐഡിയാസ് വിച്ച് ഇംപ്രൂവ്സ്, അത് എന്താണ്? ഇംപ്രൂവ് ചെയ്യുന്നു അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ്, നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഒരു അറിവ് എന്താണ്? വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡസ് ഡോക്ടർ അജിത് പരമേശ്വരൻ സേ ദാറ്റ് എനിവൺ ക്യാൻ ബിക്കം എ സയന്റിസ്റ്റ്? ആർക്കും ശാസ്ത്രജ്ഞനാകാൻ കഴിയുമെന്ന് ഡോക്ടർ അജിത് പരമേശ്വരൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ഡോക്ടർ അജിത് സേസ് ദാറ്റ് എ ഗ്രേറ്റ് സയന്റിസ്റ്റ് ക്യാൻ കം ഫ്രം എനിവെയർ. അപ്പോൾ ഡോക്ടർ അജിത് പറയുന്നത് ഒരു സയന്റിസ്റ്റിന് എവിടെ നിന്ന് വേണമെങ്കിലും വരാം. ഹി ബിലീവ്സ് ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു ബി ബോൺ സ്പെഷ്യൽ ടു ബിക്കം എ സയന്റിസ്റ്റ്. അപ്പോൾ ഹി ബിലീവ്സ് ദാറ്റ്, അത് മാത്രമല്ല അജിത് വിശ്വസിക്കുന്നുണ്ട്, എന്താണ്? യു ഡോണ്ട് ഹാവ് ടു ബി ബോൺ സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ട് ജനിക്കേണ്ട, ഒരു ശാസ്ത്രജ്ഞനാവാൻ വേണ്ടി അതിനുവേണ്ടി സ്പെഷ്യൽ ടാലന്റോടുകൂടെ ഒന്നും ജനിക്കേണ്ട. ഇഫ് സമ്മൺ ഈസ് ക്യൂരിയസ്, ഹാർഡ് വർക്കിംഗ് ആൻഡ് വില്ലിംഗ് ടു ലേൺ, ദേ ടു ക്യാൻ ബിക്കം എ സയന്റിസ്റ്റ്. അപ്പോൾ ഇഫ് സമ്മൺ ഈസ് ക്യൂരിയസ്, അപ്പോൾ ആരെങ്കിലും എന്താണ്? ഒരു ആകാംക്ഷയുള്ള അല്ലെങ്കിൽ ഒരു ജിജ്ഞാസയുള്ളവനോ, അല്ലെങ്കിൽ ഹാർഡ് വർക്കിംഗ് കഠിന പ്രയത്നം ചെയ്യാൻ കഴിവുള്ള, അല്ലെങ്കിൽ വില്ലിംഗ് ടു ലേൺ പഠിക്കാൻ മനസ്സ് ജനിക്കുവാണെങ്കിൽ ദേ ടു ക്യാൻ ബിക്കം എ സയന്റിസ്റ്റ്, അങ്ങനെയുള്ള ഒരാൾക്കും ശാസ്ത്രജ്ഞനാവും. നോ മാറ്റർ വാട്ട് ദേ കം ഫ്രം, അവര് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളതൊന്നും അവിടെ ഒരു പ്രശ്നമേ അല്ല. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇൻ യുവർ ഒപ്പീനിയൻ ആർ ദ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സയന്റിസ്റ്റ്? വാട്ട് ഇൻ യുവർ ഒപ്പീനിയൻ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർ ദ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സയന്റിസ്റ്റ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു നല്ല ശാസ്ത്രജ്ഞന് വേണ്ട അവശ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ്? മെൻഷൻ എനി ടു, ഏതെങ്കിലും 2 പറയുക. എ ഗുഡ് സയന്റിസ്റ്റ് മസ്റ്റ് ബി ക്യൂരിയസ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഒരു നല്ല ശാസ്ത്രജ്ഞൻ എന്തായിരിക്കണം? ക്യൂരിയസ് ആയിരിക്കണം, പിന്നെ ഹാർഡ് വർക്കിംഗ്, ജിജ്ഞാസയുള്ളവനും കഠിന പ്രയത്നം ചെയ്യുന്ന ഒരാളും ആയിരിക്കണം. ക്യൂരിയോസിറ്റി ഹെൽപ്സ് ദം ആസ്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി എന്ന് വെച്ചാൽ അവരെ എന്തിനു സഹായിക്കുന്നു? പ്രധാന ക്വസ്റ്റ്യങ്ങൾ ചോദിക്കാനും. ഹാർഡ് വർക്ക് ഹെൽപ്സ് ദം ടു ഡു കെയർഫുൾ റിസർച്ച്. അപ്പോൾ കഠിന പ്രയത്നം അവരെ കെയർഫുൾ ആയിട്ട് റിസർച്ച്, ഗവേഷണം നടത്താനും. പിന്നെ എക്സ്പെരിമെന്റ്സ്, എന്താണ്? പരീക്ഷണങ്ങൾ അവർക്ക് ടു ഫൈൻഡ് ആൻസേഴ്സ്, ഉത്തരം കണ്ടെത്താനും സഹായിക്കുന്നു. ദീസ് 2 ക്വാളിറ്റീസ് ആർ നെസസറി ഫോർ മേക്കിംഗ് ന്യൂ ഡിസ്കവറീസ്. അപ്പോൾ ഈ 2 ക്വാളിറ്റീസ് ഏതൊക്കെയാണ് ഗുണമേന്മകൾ? എന്താ? ക്യൂരിയസ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ആർ നെസസറി, അത്യാവശ്യമാണ്, ഫോർ മേക്കിംഗ് ന്യൂ ഡിസ്കവറീസ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടെത്താൻ. ഓക്കെ, അടുത്ത് 5ാമത്തെ ക്വസ്റ്റ്യൻ, ഡു യു നൗ എഗ്രി ദാറ്റ് സയൻസ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം മിയർ ഒപ്പീനിയൻ? വൈ? കേവലം അഭിപ്രായത്തിൽ നിന്ന് ശാസ്ത്രം തികച്ചും വ്യത്യസ്തമാണെന്ന് നിങ്ങൾ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? അപ്പോൾ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ ഒപ്പീനിയനെക്കാട്ടിലും? എന്താണ് ഒപ്പീനിയൻ? ഒരാളുടെ അഭിപ്രായത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്ത്? ശാസ്ത്രം എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? യെസ്, ഐ എഗ്രി, അതെ ഞാൻ സമ്മതിക്കുന്നുണ്ട്. സയൻസ് ഈസ് ബേസ്ഡ് ഓൺ ഫാക്ട്സ്, ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പെരിമെന്റ്സ്, വൈൽ ഒപ്പീനിയൻസ് ആർ ജസ്റ്റ് പേഴ്സണൽ ബിലീഫ്സ് വിത്തൗട്ട് പ്രൂഫ്. അപ്പോൾ എന്താ പറയുന്നത്? സയൻസിന് എന്തിനെ അടിസ്ഥാനമാക്കിയ? ഫാക്റ്റുകളെയും ഒബ്സർവേഷൻ, എന്താണ്? നിരീക്ഷണങ്ങളെയും എക്സ്പെരിമെന്റ്സ്, പരീക്ഷണങ്ങളെയും അടിസ്ഥാനമാക്കിയാണെങ്കിൽ, അതേസമയം ഒപ്പീനിയൻസ്, അഭിപ്രായം എന്ന് പറയുന്നത് ആ ജസ്റ്റ് പേഴ്സണൽ ബിലീഫ്, അതായത് ഒരു വ്യക്തിപരമായ ഒരു വിശ്വാസം വിത്തൗട്ട് പ്രൂഫ്. നമുക്ക് എൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ അതെൻ്റെ മാത്രം എന്താണ്? ഒരു അഭിപ്രായമാണ്, ഒരു പ്രൂഫ്. ചിലപ്പോൾ ഞാൻ പറയുന്നത്
ഒരു പ്രൂഫോ അതൊന്നുമില്ല. ഞാനെന്നല്ല ആര് പറയുന്ന ഒരു ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ഒരു അഭിപ്രായം, അവരുടെ പേഴ്സണലാണ്. അതിന് പ്രൂഫ് ഒന്നും ഉണ്ടാവത്തില്ല, തെളിവൊന്നും ഉണ്ടാവത്തില്ല. സയൻസ് ഹെൽപ്പ് us ഫൈൻഡ് ദ ട്രൂത്ത് ത്രൂ എവിഡൻസ്. അപ്പൊ ശാസ്ത്രം എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് സഹായിക്കുന്നു, ഫൈൻഡ് ദ ട്രൂത്ത് ത്രൂ എവിഡൻസ്. അപ്പൊ തെളിവുകളിലൂടെ എന്താണ് സത്യം കണ്ടെത്തുക എന്നതാണ് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ബട്ട് ഒപ്പീനിയൻസ് ക്യാൻ ബി റോങ് ഇഫ് ദേ ആർ നോട്ട് ബേസ്ഡ് ഓൺ ഫാക്ട്. അപ്പൊ ഫാക്റ്റിനനുസരിച്ചല്ല എങ്കിൽ എന്താണ് ചില സമയത്ത് ഈ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ എന്താ തെറ്റായിരിക്കാം, ചിലരുടെ അഭിപ്രായങ്ങൾ തെറ്റായിരിക്കാം. അപ്പം നമ്മുടെ അഭിപ്രായങ്ങളും ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഒപ്പീനിയനും സയൻസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഇനി ആ ആക്ടിവിറ്റീസ് 7 ഉണ്ട്. അതുകൂടെ പറയുകയാണെങ്കിൽ ഈ വീഡിയോ നല്ല ലെങ്തി ആയിട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് ഇത് പാർട്ട് 1 ആയിട്ട് എടുത്ത് അടുത്ത പാർട്ട് 2ൽ ഞാൻ ആക്ടിവിറ്റീസ്, ബാക്കി വരുന്ന ആക്ടിവിറ്റീസിന് അടുത്ത പാർട്ട് 2 നോക്കിയാൽ മതി. അവിടെ നമുക്ക് ആക്ടിവിറ്റീസ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ അടുത്ത പാർട്ട് 2ൽ കാണുന്നവരേക്കും ദിസ് ഈസ് മീ ദീപ സൈനിങ് ഓഫ്.